മറ്റേ നമ്മുടെ രേഖ കൃത്രിമം ഉണ്ടാക്കിയ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആരാണ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ കാര്യം. അങ്ങനെ പറയുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായല്ലോ. അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന. അപ്പോൾ കോൺഗ്രസിനെ നമ്മൾ വർഗീയ പാർട്ടി എന്ന് പറയുമോ? മറ്റേ രേഖ കൃത്രിമമായി ഉണ്ടാക്കിയ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആരാത്? വാർത്താ സമ്മേളനത്തിലെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ചോദ്യത്തിന് മുന്നിൽ ഇരിക്കുന്ന ഏതാണ്ട് സകല മാധ്യമപ്രവർത്തകരും ഒരുമിച്ച് ഉത്തരം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ. ഗോവിന്ദൻ മാഷിന് ആ പേര് വായിൽ വരാഞ്ഞിട്ടായിരിക്കില്ല, ചുമ്മാ ഒന്നിട്ട് നോക്കിയതാവും. എല്ലാ എണ്ണവും അതിൽ കയറി കൊത്തുകയും ചെയ്തു. അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ അല്ലേ എന്ന് ഗോവിന്ദൻ മാസ്റ്ററുടെ മറുപടി പിന്നാലെ എത്തി. സ്വന്തം സംഘടനാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ, അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നേടാൻ 1,00,000-ലധികം വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള ആരോപണം. പരാതി കൊടുത്തത് സ്വന്തം സംഘടനാ നേതാക്കൾ തന്നെ. മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്ത ആരും നേരിൽ കണ്ടിട്ട് പോലുമില്ലെന്നാണ് പരാതി. സിനിമാ നടൻ അജിത്തിൻ്റെ പേരിൽ വരെ ID കാർഡ് ഉണ്ടാക്കി. കേസിൽ ഒരു പ്രതി അറസ്റ്റിലായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാറിൽ. അതിനിടെ അയാൾ സ്വന്തം ഫോൺ നശിപ്പിക്കുകയും ചെയ്തു. ഈ വ്യാജ പ്രസിഡന്റായിരുന്നു വടകര ഷാഫി പറമ്പലിൻ്റെ തിരഞ്ഞെടുപ്പ് ചുമതല. ഈ വ്യാജനാണ് ഈ കാണുന്ന സൈബർ പെർവെട്ടുകളുടെ ഇന്ധനമെന്നും ഇടതുപക്ഷം ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ ഒരു തവണയെങ്കിലും വ്യാജ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കുമ്പോൾ മലയാള മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് പറഞ്ഞല്ലോ. ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിപ്പിക്കുന്ന പരിപാടിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അതാണ് ഇക്കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ കണ്ടത്. വ്യാജനുമായി ചേർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് മാധ്യമപ്രവർത്തകർ പറഞ്ഞ സ്ഥിതിക്ക് ഒരു സമ്മർ ബെമ്പർ ലോട്ടറി എടുത്തേക്കാം, ചിലപ്പോൾ അടിച്ചേക്കും.